2019 ഡിഗ്രി പൂർത്തിയായിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാനൊരു കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ അല്ലെങ്കിൽ ലേ ലഡാക്ക് വരെ സൈക്കിളിൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവ് കുറച്ച് യാത്ര ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സൈക്കിളാണ്. അല്ലാതെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഞാനൊരു സൈക്ലിസ്റ്റ് അല്ല. എന്നോട് പല ആൾക്കാരും ചോദിക്കലുണ്ട് സൈക്കിൾ ഏതാ എടുക്കാൻ നല്ലത്. എനിക്കറിയില്ല. ഞാനൊരു സൈക്കിൾ എടുത്ത് പോയി എന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കതിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ 2019 സൈക്കിളിൽ പോയി അന്ന് ലേ ലഡാക്കിലേക്ക് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. കാരണം ഞാൻ പോകുന്ന സമയത്താണ് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്ന സംഭവം വരുന്നത്. അതുപോലെ നമ്മളൊരു പോകുന്ന സമയത്താണ് ലേയിലേക്ക് എൻട്രി ഇല്ല, അവിടെ വിൻ്റർ ആയതുകൊണ്ട് റോഡ് ക്ലോസ് ആയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ബാക്കി പത്രം ഞാനൊരു സുഹൃത്തുമായിട്ടായിരുന്നു ആദ്യം പോയിട്ടുണ്ടായത്. അത് രണ്ടാമത് ഞാനും തനിയെ 2021 കൊറോണക്കൊക്കെ ശേഷം 2021 സൈക്കിൾ എടുത്ത് വീണ്ടും ലഡാക്കിലേക്ക് പിടിച്ചു. ആ സമയത്താണ് തിരിച്ച്, അതായത് പഞ്ചാബിൽ പോയി, കാശ്മീർ പോയി, ലേയിലെ കർദുംഗ്ല ടോപ്പിലൊക്കെ കയറി തിരിച്ചു വന്ന് ഡൽഹിയിലെത്തുന്ന സമയത്താണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് പറഞ്ഞാൽ നേപ്പാളിൽ എല്ലാവർക്കും അറിയാം, എവറസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ നേപ്പാളിലേക്ക് പിടിച്ചു. നേപ്പാളിൽ പോയി. അപ്പോൾ നേപ്പാളിലേക്ക് അങ്ങനെ പോകുന്നത്, അങ്ങനെയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി. ഏകദേശം 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ട്രക്കിംഗ് ആയിരുന്നു. കാരണം ആ ട്രക്കിങ്ങിൽ വെച്ചാണ് ഞാൻ മൗണ്ടനറിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് മൗണ്ടൻസ് ഉണ്ട്. അങ്ങനെയാണ് കിളിമഞ്ചാരോയെ കുറിച്ച് 2021 ഞാൻ കേൾക്കാൻ ഇടങ്ങുക. ആ സമയത്ത് നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഏകദേശം 5364 മീറ്റർ ഹൈറ്റിലാണ്. അതിലും കൂടുതലായിട്ട്, അതായത് കാലാപത്രം എന്ന് പറഞ്ഞ പീക്കിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആ കൊടുമുടിയെ നേരിട്ട് അത് 3 മണിക്ക് നമ്മൾ പുലർച്ചെ 3 മണിക്ക് എണീച്ച് ട്രക്ക് ചെയ്തു. അവിടുത്തെ ഒരു മനോഹരമായ സൂര്യോദയം കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലാവുന്ന ആലോചിച്ചു, എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ മുകൾക്കൊന്ന് കയറണമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് അവിടെ നിന്ന് വന്നു. അതിനുശേഷം ട്രക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്ത് പറഞ്ഞു എവറസ്റ്റ് കയറണം, അതിൻ്റെ കുറേ പരിപാടികളുണ്ട്. അപ്പോഴാണ് ഈ 7 സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ലോകത്തിലെ എല്ലാ പർവ്വതാരോഹകരെയും ഒരു സ്വപ്നമാണ് 7 സമ്മിറ്റ്. അതായത് 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്നത്. അപ്പം ആ സമയത്താണ് കിളിമഞ്ചാരോ എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇതൊരു പാട്ടല്ലേ, അതായത് ഇന്ത്യയിലുള്ള സ്ഥലമൊന്നുമല്ല. അപ്പോഴാണ് കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്നും അങ്ങനെയാണെങ്കിൽ 7 സമ്മിറ്റിൽ ആദ്യം കിളിമഞ്ചാരോ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ ഒരു ജൂലൈ മാസത്തിൽ ആഫ്രിക്കയിലെ ടാൻസാനിയയിലേക്ക് പോകുന്നതും കിളിമഞ്ചാരോയിലേക്ക്. അപ്പോൾ കിളിമഞ്ചാരോയിലേക്ക് വരുമ്പോൾ കിളിമഞ്ചാരോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെങ്കിലും ലോകത്തിലെ ഫ്രീ സ്റ്റാൻഡിംഗ് ആയി നിലകൊള്ളുന്ന ഏറ്റവും ഉയരം കൂടിയ വേൾഡ് ഹൈയസ്റ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് മൗണ്ടൻ ആണ്. അതായത് ഫ്രീ സ്റ്റാൻഡിംഗ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പശ്ചിമഘട്ടം അല്ലെങ്കിൽ ഹിമാലയൻ പർവ്വത നിര എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഹിമാലയത്തെ എടുക്കുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ തൊട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് വരെ നീണ്ടുനിൽക്കുന്ന 2400 കിലോമീറ്റർ നീണ്ടുനിൽക്കുന്ന ഒരു പർവ്വത നിരയാണ്. എന്നാൽ കിളിമഞ്ചാരോ എന്ന് പറഞ്ഞത് ഒറ്റ മൗണ്ടൻ ആണ്, അതിന് വേറെ പർവ്വത നിരകളും ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് കിളിമഞ്ചാരോയിലേക്ക് പോകുന്നത്. അപ്പം കിളിമഞ്ചാരോയിലേക്ക് പോകാൻ ഒരുപാട് ആദ്യം നമ്മൾ ടാൻസാനിയയിലേക്ക് എങ്ങനെ എത്തിപ്പെടും, ഒരു ആഫ്രിക്കൻ രാജ്യമാണ് എങ്ങനെ എത്തിപ്പെടും, ആദ്യം നമ്മൾ നിരന്തരം 2021 തൊട്ട് ഞാനവിടെ മലയാളികളുണ്ടോ അങ്ങനെ എത്തിപ്പെടണം. അത് വളരെ വലിയ എക്സ്പെൻസീവാണ് കേൾക്കുന്നത്. 5 ലക്ഷം 4 ലക്ഷം അത്രയ്ക്ക് ചിലവ് വരും. ഈ ചിലവ് കുറക്കണമെങ്കിൽ ഞാൻ എൻ്റെ 2021 വരെ യാത്രയിൽ മനസ്സിലാക്കിയ സാധനം, മലയാളികളുണ്ടോ ചിലവ് ഈസിയാണ്. കാരണം ഓരോ വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, ഓരോ വീട് ആക്കിയത് അങ്ങോട്ട് പോവുക. അപ്പോൾ ആ സ്കീമിന് വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഒരു പത്തനംതിട്ടല്ല ഒരു മിനു ആൻഡ്രിയ എന്ന് പറഞ്ഞ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടു. അപ്പോൾ ടാൻസാനിയയിലാണ്, 16 വർഷമൊക്കെ ആയിട്ട്. അപ്പോൾ ചേച്ചിയായിട്ട് കുറേ സംസാരിച്ചു. അപ്പോൾ ചേച്ചി നമ്മളെക്കാട്ടി പോയി 40 വയസ്സുണ്ടെങ്കിലും കിളിമഞ്ചാരോയിലൂടെ കയറിയ ആളാണ്. അപ്പോൾ ചേച്ചിനാണ് ബെസ്റ്റ്. അങ്ങനെ ചേച്ചിയോട് സംസാരിച്ച് അങ്ങനെ ടാൻസാനിയയിലെ ദാരസലാം എന്ന് പറഞ്ഞ പട്ടണത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ദാരസലാമിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ മിനു ചേച്ചി പോലെ ഫാമിലി മാത്രമല്ല 100-ൽ കൂടുതൽ മലയാളികളുണ്ട്. 100-ൽ കൂടുതൽ മലയാളികളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്. അത് കേരളം രൂപീകരിച്ച 1957-56. അതായത് അന്ന് തൊട്ട് ആ കലാമണ്ഡലം എന്ന് പറഞ്ഞ സംഘടന അവിടെ ഉണ്ട്. പിന്നെ അതിനു മുമ്പ് ഞാൻ എസ്.കെ. പൊറ്റക്കാട് പുസ്തകങ്ങളിൽ വായിച്ച സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ആഫ്രിക്കനെ കുറിച്ച് വായിക്കാനും അറിയാനൊക്കെ നോക്കുന്ന എസ്.കെ. പൊറ്റക്കാട്, സക്കരിയ പോലുള്ള സഞ്ചാരികളുടെ പുസ്തകമാണ്. അതിനുകൊണ്ട് എസ്.കെ. പൊറ്റക്കാട് 48കളിൽ ആഫ്രിക്കയിലൂടെ പോകുമ്പോൾ മലയാളികൾ ഒരുപാടുണ്ടെന്നില്ല. അത് ഞാൻ
ഇതിലൊരു പട്ടണത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് അവിടെ എത്തി നമ്മൾ ഒരുപാട് മലയാളികൾ കണ്ട്. ആ സമയത്താണ് ഒരു ശ്രീജേഷേട്ടൻ എന്ന് പറഞ്ഞാണ്ട് ഒരു മലയാളിയുടെ ടാൻസാനിയിൽ കാണുന്നത്. ആളെന്നോട് കണ്ട ആളെന്നോട് ചോദിച്ചത് എൻ്റെ വീടോടെ. അപ്പം ഞാൻ പറഞ്ഞു അരീക്കോടാണ് നടക്കുന്നത്. എൻ്റെ അതേപോലെ സംസാരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് അരീക്കോട്ടാൻ തന്നെയാണ് തോന്നുന്നതെന്ന് വിളിച്ചത്. അപ്പം ഞാൻ ആളെ വിളിച്ചപ്പം ഒരു ആരിസ് പറഞ്ഞ ആളാണ്, 16 വർഷമായിട്ട് ആളും ടാൻസാനിയയിലാണ്. അപ്പം ഞാൻ നിങ്ങളെ വീടോടെ ചോദിച്ചപ്പോൾ അരീക്കോട് തന്നെ. അപ്പം അരീക്കോട്ടാനും ഇവിടെ ഞാൻ 2021 തൊട്ട് 24 വരെ ഒരു മലയാളിയെ തപ്പി നടക്കുന്നു. എൻ്റെ വീട്ടിലെ തൊട്ട് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാൾ അവിടെ ഉണ്ട്. അപ്പൊ ആള് അരീക്കോട്ടാനാണെന്നുള്ളത് എനിക്ക് ആ വർത്തമാനത്തിന് അടുത്തിട്ട് അപ്പം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത് അരീക്കോട്ടാർ എങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ ഫുട്ബോളിന്റെ മക്കയാണ് അരീക്കോട്, അങ്ങനെയാണ് ഫുട്ബോളിൽ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അരീക്കോട്ടാർ. അപ്പം ആളുകൾ ഞാൻ ഒരു 7 മണിക്ക് എൻ്റെ അടുത്ത് കയറാം, ഞാൻ ടർഫ് പന്ത് കളിച്ചാൽ പോവാണെന്ന് അവർ ഉറപ്പിച്ച് അരീക്കോട്ടാർ തന്നെയാണ്. പിന്നെ ആളെ കണ്ടു. പിന്നെ അവിടുത്തെ ദാർസലാമിൽ നിന്ന് ഏകദേശം ഈ മോഷി എന്ന് പറഞ്ഞൊരു ടൗണിലാണ് ഈ കിളിമഞ്ചാറോ മൗണ്ട് പർവ്വതത്തിന്റെ ഭാഗങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങോട്ട് കിളിമഞ്ചാറോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്ത് പോകണം. പിറ്റേ ദിവസമാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. നമ്മൾ ഏകദേശം 6ഓളം പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. കാരണം ഗ്രൂപ്പായിട്ടാണ് കിളിമഞ്ചാറ പൊതുവെ ആൾക്കാർ ചെയ്യാറുള്ളത്. അപ്പം മോഷിയിലെത്തി. ഈ മോഷി എന്ന് പറഞ്ഞ പട്ടണത്തിനെ പറ്റി പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് യാത്ര തന്നെ വേറെ പ്രത്യേകത. കാരണം ലോകത്തിലെ എല്ലാ സഞ്ചാരികളും ട്രക്ക് ചെയ്യാനല്ല കിളിമഞ്ചാരിൽ പോകുന്നത്. കിളിമഞ്ചാരി ഒന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. എസ് കെ ഒറ്റക്കാട് അല്ലെങ്കിൽ നമ്മുടെ ബൈജു എന്നായരുണ്ടല്ലോ, ആളെ പുസ്തകത്തിനെ വായിച്ചത്. ആള് ഈ കിളിമഞ്ചാരോ കാണാനും വേണ്ടി അവിടെ ഒരുപാട് നേരം നിന്ന സന്ദർഭമുണ്ട്. അതായത് ഈ മേഘം ഒന്ന് മാറിയിട്ട് വേണമെന്നൊന്ന് കണ്ടു കിട്ടാറുന്നില്ലേ. അപ്പോൾ ഈ ഫ്ലൈറ്റ് യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റ് യാത്രയിൽ നമുക്ക് കിളിമഞ്ചാരോ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി, പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണില്ല. ഈ മേഘങ്ങൾ മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കാണില്ല. പിന്നെ നമുക്ക് വലിയ സങ്കടമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിന് കീഴടക്കാൻ പോവാണല്ലോ. അപ്പോൾ പിന്നെ എന്ത് ബേജാറൊന്നുമില്ല. നിനക്ക് പോയി ഒരു എന്താ പറയുക 1.5 മണിക്കൂറിനുള്ളിൽ മോഷി എന്ന് പറഞ്ഞ പട്ടണത്തിലെത്തി. ഈ മോഷി എന്ന് പറഞ്ഞതാണ് എസ് കെ പൊറ്റക്കാട് 1948 ഈ മോഷി പട്ടണത്തിലെത്തുമ്പം അവിടുത്തെ SI ആയിരുന്നത് ഒരു മലയാളിയാണ്. അതായത് ആ 48 കാലത്തിലും ഈ ടാൻസാനിയയിലും അല്ലെങ്കിൽ കെനിയയിലും മൊസാംബിക്കിലും അങ്ങനെ ആഫ്രിക്കൻ്റെ പല ഭാഗങ്ങളിൽ മലയാളികൾ അന്ന് തൊട്ടേ ഉണ്ട്. അതായത് ടീച്ചേഴ്സായിട്ട് വലിയ വലിയ പോസ്റ്റിലാണ് മലയാളികൾ അന്ന് തൊട്ടേ അവിടെ ഉള്ളത്. അപ്പം അതായത് 48 കാലത്തെ മലയാളികൾ അവിടെ ഉണ്ട്. അപ്പം ആ കഥകളൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം ഈ മോഷി എന്ന് പറഞ്ഞ ടൗണിലേക്ക് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/2 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. ആ സമയത്താണ് ശരിക്കും നമ്മൾ ആഫ്രിക്കനെ കണ്ടത്. നമ്മൾ ഈ ദാർസലാം എന്ന് പറഞ്ഞാൽ ടാൻസാനിയയിലെ പ്രധാനപ്പെട്ട ആണെങ്കിലും അവിടെ എത്തുമ്പോഴൊക്കെ നമുക്ക് ഇതൊരു ആഫ്രിക്ക എന്ന് ശരിക്കും ഫീൽ ചെയ്യണില്ല. കാരണം വേറെ ഭൂഖണ്ഡത്തിൽ എത്തിയിട്ടും നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നൊരു ഫീൽ. കാരണം ഓട്ടോറിക്ഷകൾ, ബൈക്കുകൾ, ആൾക്കാരെ മാറ്റി നിർത്തിയാൽ അവിടുത്തെ ആഫ്രിക്കൻസിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ നമ്മളെ നാട്ടുകാരെ പോലെ തന്നെയാണ്, വണ്ടികളും രൂപങ്ങളും എല്ലാ തരത്തിലും. അപ്പൊ ഈ ശരിക്കും മോശിയിലെത്തുന്ന സമയത്താണ് ശരിക്കും നമ്മൾ ആഫ്രിക്കയിൽ എത്തി എന്നുള്ളൊരു ഫീൽ വരുന്നത്. കാരണം നമ്മൾ ആഫ്രിക്കൻ എന്താ പറയാ പുൽമേടുകളിലൂടെ നടുവിലൂടെ റോഡാണ്. കാരണം ഈ കിളിമഞ്ചാറോ നാഷണൽ പാർക്കിന്റെ ഭാഗം അല്ലെങ്കിൽ സെറംഗെറ്റി നാഷണൽ പാർക്കാണ് ടാൻസാനിയയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. അപ്പൊ ഈ ഭാഗത്ത് ഈ മസായികളെ കേട്ടിട്ടുണ്ടാവും. അത് ആഫ്രിക്കയിലെ ഒരു പ്രബല ട്രൈബിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഈ മസായികളെ നമ്മൾ നേരിട്ട് ആദ്യമായിട്ട് കാണുന്ന അവിടുന്നാണ്. കാരണം മസായികളുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ മേച്ച് നടക്കുക. കന്നുകാലികൾ പോലെ ഭയങ്കര ജീവന് തുല്യ പോലെ സ്നേഹിക്കുന്ന ഒരു സാധനമാണ് കന്നുകാലികൾ. അപ്പൊ ഈ മസായികൾ ആദ്യമായിട്ട് കാണുന്നത് അത് മസായി ഷീക്ക എന്ന് പറഞ്ഞാൽ ഒരു ചുവപ്പ് തുണിയാണ് അവർ മേലിടുക. ആണുങ്ങൾ ചുവപ്പ് കളറും പെണ്ണുങ്ങൾ ഒരു ബ്ലൂ കളറിലാണ് മസായികളുടെ ഡ്രസ്സ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാവും. 6 മീറ്ററോളം ഹൈറ്റ് ഒക്കെ ഉള്ള ഭയങ്കര ജില്ലമാരായ മനുഷ്യന്മാരാണ് ഇവർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ശ്രീജേഷേട്ടൻ ഉണ്ട് ആഫ്രിക്കയിൽ തന്നെ. ആള് നമ്മോട് ഇങ്ങനെ പറഞ്ഞു മസായികൾ ഓരോ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവരുടെ കയ്യിലൊരു കുന്തണ്ടാവും. ഈ കുന്തം വെച്ചാൽ സിംഹമായിട്ട് നേരിട്ട് വേട്ടയാടുന്ന ആൾക്കാർ, അത് നേരിട്ട് വേട്ടയാടുന്ന യുദ്ധം ചെയ്യുന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. കാരണം ഈ കുന്തം വെച്ചിട്ട് അത് സിംഹത്തിന്റെ ബാക്കിൽ നിന്ന് യുദ്ധം ചെയ്യല്ല അവരുടെ കഥകളിലൊക്കെ. അതായത് സിംഹത്തിന് നേരിട്ട് കണ്ടിട്ട് ആ കുന്തം വെച്ച് കുത്തിയതാക്കുക, അതൊക്കെയാണ് അവരെ എന്താ കരുത്തനാണെന്ന് തെളിയിക്കുന്ന സാധനങ്ങൾ. പിന്നെ അതുപോലെ ഈ കന്നുകാലികൾ എത്രത്തോളം ഉണ്ട് അതാണ് അവരുടെ കല്യാണം. രണ്ടാമത്തെ കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ ഒരു 200 കന്നുകാലിക്ക് 2ാമത് കെട്ടാം, 300 ആണെങ്കിൽ 3ാമത് കെട്ടാം, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഇവിടെ ഭക്ഷണ രീതിയൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഈ പശുവിനൊക്കെ കവത്തിലൊരു മുറിയൻ ഉണ്ടാകും, കൊല്ലൂല. ഇത് കുറച്ച് ചോരെടുക്കും, പിന്നെ അതിന്റെ പാലം എടുത്തിട്ട് അത് മിക്സാക്കി കുടിക്കുക. അങ്ങനെയൊക്കെയാണ് അവരുടെ ഭക്ഷണം. അപ്പൊ ഇത് കണ്ടു. അതുപോലെ തന്നെ ഞങ്ങൾ പോയ മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മാസമാണ്. ഈ ജൂലൈ
ആഫ്രിക്കയിലെ തന്നെ 7 നേച്ചർ വണ്ടേഴ്സിൽ പെട്ട ഒരു സംഭവമാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞത്. അതായത് 2 നാഷണൽ പാർക്കുകൾ തമ്മിലില്ല. അതായത് ടാൻസാനിയയിലെ സെറെൻഗെറ്റി നാഷണൽ പാർക്കിൽ നിന്ന് കെനിയയിലെ മസായിമാര നാഷണൽ പാർക്കിലേക്ക് ലക്ഷക്കണക്കിന് മൃഗങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുക. അതായത് ടാൻസാനിയയിൽ വരൾച്ച തുടങ്ങുന്ന സമയത്ത് അവിടെ നല്ല പച്ചപ്പായിരിക്കും ഈ കെനിയയിലെ മസായിമാരയിലേക്ക്. അപ്പം ഈ വൈൽഡ് ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുതിരന്റെ തലയും മാൻ്റെ ഉണ്ടെന്ന് പോലെ അങ്ങനത്തെ സാധനം അവിടെ വൈൽഡ് ബീസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാൻ പറ്റും. അതുപോലെ സീബ്ര ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ഈ സെറെൻഗെറ്റിയിൽ നിന്ന് മസായിമാരയിലേക്ക് പോകുന്ന ഒരു സീസൺ കൂടിയാണ്. അപ്പൊ ആരെങ്കിലും ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ഈ ഒരു മാസം നോക്കിയാൽ വളരെ നന്നാവും. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇത് കാണാനും വേണ്ടി വരും. അവിടെ റെയിൽവേയും റോഡുകളും വരെ ബ്ലോക്ക് ആവാറെന്നാ പറയില്ല ഈ ഒരു സംഭവത്തിൽ. കാരണം നമ്മളത് കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മോഷിയിലെത്തി. മോഷിയിൽ നിന്ന് അപ്പം കിളിമഞ്ചാരോ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കിളിമഞ്ചാരോ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ആയി ഇതൊരു വോൾക്കാനാണ്, അഗ്നിപർവ്വതം പൊട്ടിണ്ടായ ഒരു സംഭവമാണ്. അതായത് 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായ ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് കിളിമഞ്ചാരോ. അതായത് ഗ്രേറ്റ് റിഫ്റ്റ് എന്ന് പറഞ്ഞാണ്ട് നമ്മളെ സിറിയ തൊട്ട് ആഫ്രിക്കന്റെ മൊസാംബിക് വരെ ഒരു ഗ്രേറ്റ് റിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിടവുണ്ട്. അതും കിളിമഞ്ചാരോവും ഒരേ സമയത്ത് ഭൂമിയിൽ രൂപം കൊണ്ടതാണ് ചരിത്രകാരന്മാരും അതിന്റെ ഗവേഷകരൊക്കെ പറയുന്നത്. അപ്പം കിളിമഞ്ചാരോ ഇപ്പം അഗ്നിപർവ്വതമാണെങ്കിൽ ഇപ്പം നിലവിൽ പൊട്ടിത്തെറിക്കുന്നില്ല വേണമെങ്കിൽ പറയാം. 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അത് പൊട്ടിത്തെറിച്ചത്. ഇപ്പൊ നമ്മൾ വേറെ ട്രക്കിങ്ങുകളെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ കിളിമഞ്ചാരോയുടെ എല്ലാത്തിനും ഇപ്പം ഈ സെവൻ സമ്മിറ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ട്രക്കിംഗ് ചിലപ്പോൾ കിളിമഞ്ചാരോ ആയിരിക്കും. കാരണം റിസ്ക് ഉണ്ട്, പക്ഷെ ഈ 4-5 ക്ലൈമറ്റ് സോണിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം എല്ലാം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു EBC പോയ സമയത്ത്, എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ സമയത്ത്, അല്ലെങ്കിൽ പല ട്രക്കിങ്ങുകളും കൂട്ടത്തിലെ പലരും പോയിട്ടുണ്ടാവും. അപ്പൊ എല്ലാം നമ്മൾ ഒരു ബേസിൽ എത്തിയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇത് നമ്മളൊരു സീ ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രക്കിംഗ് ആണ്. ആദ്യത്തെ നമ്മളൊരു കൃഷിയിടങ്ങളും ഒക്കെ ഉള്ള ഒരു ഭാഗത്ത് ഒരു വില്ലേജിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ പോലെ വാഴത്തോട്ടങ്ങൾ, പിന്നെ കൊണിയാക്കി എന്ന് പറഞ്ഞാൽ ഒരു വാറ്റുണ്ട്, ആഫ്രിക്കയിലെ ഫേമസ് ആണ്. ഇത് വാറ്റുന്ന കുറെ വില്ലേജുകൾ. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ കിളിമഞ്ചാറിനെ പറ്റി പറയുമ്പോൾ ഈ 5-6 ക്ലൈമറ്റ് സോണുകൾ ഉണ്ട്. അതുപോലെ തന്നെ 5-6 റൂട്ടുകളുണ്ട്. കാരണം ഇത് ഫ്രീ സ്റ്റാൻഡിങ് ഒറ്റ മൗണ്ടൻ ആണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന മൗണ്ടന്റെ ചുറ്റും റൂട്ടുകളുണ്ട് ഇതിൽ കയറാൻ. അപ്പൊ അതിലെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ എല്ലാ ക്ലൈമറ്റ് സോണുകളും കിട്ടുന്ന മച്ചാമേ എന്ന് പറഞ്ഞ റൂട്ടിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഈ മച്ചാമേ റൂട്ടിൽ അപ്പൊ നമ്മള് ഫസ്റ്റ് ദിവസം മച്ചാമേ ഗേറ്റിലെത്തും. അവിടുന്ന് നമ്മൾ ഒരു വിദേശികളായതുകൊണ്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ, അവിടുത്തെ ഗൈഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ഡേ ട്രക്ക് ചെയ്യാൻ. അപ്പം 7 ദിവസത്തോളം എടുക്കുന്ന ട്രക്കിംഗ് ആണ് കിളിമഞ്ചാരോ. അപ്പൊ ആദ്യ ദിവസം നമ്മൾ ട്രക്ക് ചെയ്യുന്നത് മച്ചാമേ ഗേറ്റ് ടു മച്ചാമേ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാമ്പിലേക്കാണ്. ഈ ക്യാമ്പിലേക്ക് നമ്മൾ കംപ്ലീറ്റ് റെയിൻ ഫോറസ്റ്റിലാണ്. അതായത് ശരിക്ക് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ടാൻസാനിയയിലെ ഒരു മഴക്കാലം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് നമ്മളൊരു വെക്കേഷന്റെ സമയമാണ്. പക്ഷെ അത് കഴിഞ്ഞാലും ഈ റെയിൻ ഫോറസ്റ്റ് ഏരിയകളിൽ എപ്പോഴും മഴ പെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ മഴ, ചെറിയ കോട മൂടിക്കിടക്കുന്ന സ്ഥലം. അപ്പം പിന്നെ അവിടെയുള്ള മരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഇതിനു മുമ്പ് കാണാത്ത ടൈപ്പ് മരങ്ങൾ. പിന്നെ നമ്മളെ കാക്ക ഉണ്ടല്ലോ, ഇത് മലപ്പുറത്തെ കാക്കല്ല, പാറിന്റെ കാക്ക. ഈ കാക്ക ഇവിടെ കാണുന്ന കാക്കന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴുത്തിന്റെ അവിടെ വെള്ള കളർ ഉണ്ടാവും. പിന്നെ നമ്മുടെ കാക്കനെക്കാട്ടിയും കുറച്ചും കൂടി എന്താ പറയുക സൈസ് ഉണ്ട്. ഒരു കോഴിയുടെ വലിയ സൈസിലെ പോലത്തെ കാക്കകൾ. അപ്പൊ അങ്ങനത്തെ കാക്കകളെ കണ്ടു. പിന്നെ ഫസ്റ്റ് ദിവസം തന്നെ എന്റെ ട്രക്കിംഗ് എന്റെ പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ 8 പേരുണ്ട്. അപ്പൊ 8 പേര് പരസ്പരം അറിയില്ല. എനിക്ക് എന്റെ കൂട്ടത്തിലൊരു സൂരജ് എന്ന് പറഞ്ഞ ആളെ മാത്രമേ അറിയുള്ളൂ. ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്ത് നടന്നു ബാക്കിൽ. ഈ സമയത്ത് രാത്രിയോടടുത്ത് എനിക്ക് ഇതിന്റെ ക്ലാസ് കാണുമ്പോൾ തന്നെ അറിയാം കാഴ്ചക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ രാത്രിയായി നമുക്ക് കണ്ണ് കാണാത്ത പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ഒരു പ്രത്യേക തരം ഒരു കുരങ്ങൊക്കെ ഉണ്ട്. അതിന്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് രാത്രി പഠിച്ചോടെ ഈ ആഫ്രിക്കയിൽ പെട്ടോ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ അതായത് നമ്മൾ പല ഒരു തെറ്റിദ്ധാരണകളുണ്ട്. കാരണം വരുന്ന സമയത്ത് മസായികളെ ഉണ്ട്, ഇവിടെ എന്തോ വേറെ ടീമുകളുണ്ടോ, നമ്മൾ പിടിച്ചുകൊണ്ടു. അങ്ങനെ പിന്നെ വേറെ ഗൈഡ് കൊണ്ടേക്കാണ് പിന്നെ ഈ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മള് 8 പേരാണ്, നമ്മൾ 8-6 പേരാണ് തോന്നുന്നു ഞങ്ങൾ ഗ്രൂപ്പിലുള്ളത്. ഈ 8 പേർക്ക് 30ഓളം കിളി ഫൈറ്റേഴ്സ് എന്നാ പറഞ്ഞത്. അതായത് അപ്പൊ നേപ്പാളിലൊക്കെ ഷെർപ്പാന്ന് പറയും. അതായത് പോർട്ടേഴ്സ് ആണ്. നമുക്ക് വേണ്ട ഫുഡ്, നമുക്കുള്ള അവിടെ കുക്ക് ചെയ്യണമല്ലോ, നമുക്ക് 7 ദിവസത്തിന് ഫുഡ്, നമുക്ക് ടെന്റ്, എല്ലാ സാധനവും കൊണ്ടുപോകാൻ 30ഓളം കിളി ഫൈറ്റേഴ്സ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ 4 ഗൈഡുമാർ. നമ്മൾ പോകുന്നതിന് മുമ്പ് ശരിക്കും അവിടുത്തെ റിയൽ ഹീറോസ് എന്ന് പറയുന്നത് ഈ കിളി ഫൈറ്റേഴ്സ് ആണ്. അവര് നമ്മളവിടെ എത്തുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ടെന്റുകൾ, സാധനങ്ങൾ നമ്മൾ നേരെ 8 മണിയോടെ അടുത്തിട്ടുണ്ട് ഞാൻ ഈ മച്ചാമേ ഗേറ്റിൽ എത്താൻ.
അല്ല മച്ചാമ്മ ക്യാമ്പിലെത്താൻ. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് വേണ്ട കിച്ചൺ ടെൻ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കിയില്ല 6 പേരോളം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല നമുക്ക് വീട്ടിലെ ഒരു ഡെയിലിംഗ് നിൽക്കുന്ന പോലെ സെറ്റപ്പ് 6 മലൻ്റെ മുകളിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും ഓക്സിമീറ്റർ വെച്ചിട്ട് നമ്മളെ ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഓരോ ഫസ്റ്റ് ദിവസം നമ്മൾ ഈ ഒരു റൂട്ട് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ദിവസം ഷിര 2 ക്യാമ്പിലേക്കാണ് പോകുന്നത്. ഷിര 2 ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഈ കിളിമഞ്ചാരോയിൽ തന്നെ 3ാമത്തെ ക്ലൈമറ്റ് സോണായ മൂർലാൻഡ് എന്ന് പറഞ്ഞ ഏരിയയാണ്. മൂർലാൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹൈറ്റ് കുറഞ്ഞ മരങ്ങളും അതുപോലെ തന്നെ ഭയങ്കര വേറെ ടൈപ്പ് മരമാണ്. പിന്നെ കുറേ മറ്റേ വോൾക്കാനുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ മറ്റേ കല്ലുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷിര 2 ക്യാമ്പിലെത്തി. പിന്നെ എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ നമ്മൾ മുന്നേ ഈ കിളി ഫൈറ്റേഴ്സ് അവിടെ എത്തുമ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും വെച്ച് പോകുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഒരു ബറാങ്കോ എന്ന് പറഞ്ഞ ക്യാമ്പിലേക്കാണ് പോകുന്നത്. ഈ ബറാങ്കോ ക്യാമ്പിലേക്ക് പോകുമ്പോൾ ശരിക്കും നമ്മൾ ഇപ്പം നമ്മൾ ഈ ഷിര 2 ക്യാമ്പ് എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ ഹൈറ്റിലാണെങ്കിൽ ഈ ബറാങ്കോ ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ബറാങ്കോ വാൾ എന്ന് പറഞ്ഞ ഒരു ലാവ ടവർ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നമ്മൾ എത്തുന്നത്. അത് 4600 മീറ്റർ ഹൈറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മൗണ്ടൈൻസിൽ 3000 മീറ്ററിന്റെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ AMS എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമുക്ക് ഹെഡേക്ക് വരിക അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പെട്ടെന്ന് നമ്മൾ ഇത്ര ഹൈറ്റിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന പല ശാരീരിക പ്രശ്നങ്ങളുണ്ടല്ലോ, തലകറക്കം, വൊമിറ്റിങ് വരിക, അങ്ങനെ പല പ്രശ്നം നമ്മുടെ കൂട്ടത്തിലെ പല ആൾക്കാർക്കോ പ്രശ്നം ഉണ്ടായി. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബാഗ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ സ്വപ്നം കാണുന്നത് കിളിമഞ്ചാരോ അല്ലല്ലോ നമ്മൾ ഡ്രീം. കാരണം ഈ സാധനം സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു 5895 മീറ്റർ ആണ് കിളിമഞ്ചാറിന്റെ ആയിട്ടുണ്ടെങ്കിൽ 8000 ഹൈറ്റിൽ എവറസ്റ്റ് കയറുന്നതാണ് നമ്മുടെ ഡ്രീം. അപ്പം ഇവിടെ അപ്പൊ അങ്ങോട്ട് ഒരു 20 കിലോ ബാഗൊക്കെ ഒപ്പം എൻ്റെ ഒപ്പം ഒരാളെ ക്ഷണിച്ചു നിങ്ങൾ ബാഗുകൾ തരി, ഞാൻ കൊണ്ട് നടക്കാം, വിഷയമില്ലെന്ന് പറഞ്ഞു. ഇയാളെ ബാഗ് വാങ്ങി ഞാൻ അങ്ങനെ പോകുമ്പോഴത്തേന് എനിക്ക് വയ്യ, ഞാനെന്തോ മൈൻഡൊക്കെ തെറ്റി, ഞാൻ തന്നെ അത് പെട്ടെന്ന് റബ്ബേ ഇത് മുന്നോട്ട് പോകുന്നൊരു കേസല്ലല്ലോ. അങ്ങനെ ഈ ബറാങ്കോ അതായത് ലാവ ടവറിലെത്തി. ലാവ ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ആയിട്ട് നമുക്ക് ലഞ്ച് തരുള്ളൂ. കാരണം നമ്മൾ ആ ക്ലൈമറ്റ് ആയിട്ട് അക്കോമഡേറ്റ് ആണ്, അതിനും വേണ്ടിയിട്ടാണ് ഇത്ര ഹൈറ്റിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ ഡിസൈൻ ചെയ്തിട്ട് താഴെ ക്യാമ്പിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ലഞ്ച് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് എത്തണം. അങ്ങനെ കച്ചിച്ച് അവിടെ എത്തി. അവിടെ മറ്റേ ഈ ലാവകൾ വന്ന് അടിഞ്ഞൊരു ടവർ പോലെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലാവ ടവർ എന്ന് പറഞ്ഞ ഏരിയക്ക് പേര് വരുന്നത്. അങ്ങനെ അവിടെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് എത്തുന്നത്. നമ്മുടെ കൂടുതൽ പല ആൾക്കാർ ഒമിറ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞാൽ താഴെ നിങ്ങൾ റോഡ് ഉണ്ടെങ്കിൽ അതിൽ കൂടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആ സമയത്ത് നമ്മൾ അവിടെ എത്തുമ്പോഴുണ്ടാവും നമ്മളെ ബത്തക്കൊക്കെ ഭയങ്കര അടിപൊളിയായി കട്ട് ചെയ്ത് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മളെ ഷെഫ് നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ കയറുമ്പോൾ ഇയാൾ നമ്മളൊരു മണിക്കൂർ മുമ്പ് എത്തിയിട്ട് വേണം ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ. നമ്മളെത്തുമ്പോൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് ആൾ തരിക എന്ന് പറയുമ്പോൾ ഭയങ്കര എന്തോ ഭയങ്കര അവരൊക്കെ അവരെ ആലോചിക്കുമ്പോൾ കാരണം നമ്മുടെ ട്രക്കിന് അടുത്തൊരു കൂട്ടുകാരെ ടീമിലേക്ക് കയറണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ ക്യാമ്പിലേക്ക് എത്തുന്ന നമ്മൾ കിളിമഞ്ചാരോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മളെ പല മൂവിയിൽ കാണുന്ന പോലെ ഭയങ്കര അടിപൊളിയായ ഒരു ചെടി, അതായത് താഴേന്ന് ഇങ്ങനെ നമ്മളെ തെങ്ങ് പോലെ ഇങ്ങനെ വളർന്നിട്ട് മുകളിൽ അവിടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നുന്നത്. ആ ഒരു സസ്യം കാണാം. അതിന്റെ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ നമുക്ക് കിളിമഞ്ചാരോ പർവ്വതം ബാക്കിലായിട്ട് കാണാനും പറ്റും. ഇത് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിലൂടെ നടന്നു പോകുന്ന ഒരു ഫീൽഡ് സ്ഥലമാണ്. അങ്ങനെ ആ ക്യാമ്പിലെത്തി. പിറ്റേ ദിവസം നമുക്ക് പോകാനുള്ളത് ബറാങ്കോ വാൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ട്രക്ക് ചെയ്യുന്ന പറയുമ്പോൾ സ്റ്റിക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാവരും സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നടക്കാറ്. ഞാൻ പൊതുവേ സ്റ്റിക്ക് യൂസ് ചെയ്യില്ല. പക്ഷെ ഈ ഒരു ബറാങ്കോ വാള കയറുന്ന സമയത്ത് നിങ്ങൾ ആരും സ്റ്റിക്ക് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ശേഷം ഇത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ ബറാങ്കോ വാൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ഒരു വാള് പോലെ തന്നെയാണ്. ഇങ്ങനെ നിൽക്കണം, അവിടെ നിന്ന് സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. കാരണം നിങ്ങൾ പറ്റി പിടിച്ച് കയറുന്നല്ലോ, അങ്ങനെ പറ്റി പിടിച്ച് കയറിയിട്ട് വാങ്ങുന്നതാണ്. അപ്പം പക്ഷെ ഭയങ്കര റിസ്ക് ആണ്. കാരണം കാര്യം തെറ്റിയാൽ വീട് പോകാനൊക്കെ സാധിക്കും. നമ്മളിങ്ങനെ കൈകൊണ്ട് പറ്റി പിടിച്ച് കയറിയിട്ട് അവിടെ കിസ്സിംഗ് റോക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. കിസ്സിംഗ് റോക്ക് എന്ന് പറഞ്ഞാൽ പേര് വരാൻ കാരണം ആ വാളിനെ പിടിച്ച് അപ്പുറത്തെ വാളിലേക്ക് നമ്മൾ കിടക്കണമെങ്കിൽ നമ്മളെ അതിന് കിസ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല, അത്ര ഗ്യാപ്പുള്ളൂ. അങ്ങനെയാണ് കിസ്സിംഗ് റോക്ക് എന്ന് പറഞ്ഞ പേര് വരുന്നത്. അവിടുന്ന് നമ്മൾ ബറാഫു എന്ന് പറഞ്ഞ ക്യാമ്പിൽ എത്തുന്നുണ്ട്. ബറാഫു എന്ന് പറഞ്ഞ ക്യാമ്പാണ് നമ്മളെ കിളിമഞ്ചാരോന്റെ ഒരു ബേസ് ക്യാമ്പ് എന്ന് പറയാം. കാരണം അവിടുന്ന് വേണം നമുക്ക് ഈ കിളിമഞ്ചാരോന്റെ മുകളിലേക്കുള്ള ട്രക്കിങ് ചെയ്യാൻ. അപ്പം 10 മണിക്ക് നമ്മൾ 11 മണിയാകുമ്പോഴത്തേന് ബറാങ്കോ ക്യാമ്പിൽ അതിനൊക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞ മൂർലാൻഡ് കഴിഞ്ഞ ശേഷം നമ്മൾ ആൽപ്പൺ ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ, അതായത് ആൽപ്പൺ ഡെസേർട്ട് എന്ന് പറഞ്ഞ റീജിയൻ ഈ ബറാഫു ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ഡെസേർട്ട് ആയ ഒരു ഏരിയയിൽ പോകണം.
സമ്മിറ്റില്ല, സൺറൈസ് കാണാന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഇത്. അതായത് നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ട് ഏറ്റവും മനോഹരമായ സൂര്യോദയം കാണാന്നുള്ളതാണ് നമ്മളെ ഒരു മെയിൻ സംഭവം. അപ്പം ഈ ട്രക്കിൽ 10 മണിയോടുകൂടി നമ്മൾ എണീച്ച്, കാരണം രാത്രി എണീക്കും. കാരണം ശരിക്കും ഉറങ്ങിയിട്ട് കാരണം 10 മണിക്ക് എണീക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം പിന്നെ ഇവർക്ക് ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കിസോലി എന്ന് പറഞ്ഞ ഭാഷയാണ്. അതിൽ ഇവരുടെ അക്കൗണ മത്താത്ത എന്നൊക്കെ നമ്മുടെ പാട്ടുണ്ട്. കാരണം ഈ രാത്രി നമ്മൾ ഈ പാട്ട് കേട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിലെ ചില സ്റ്റെപ്പുകളും ഭയങ്കര രസമാണ്. പക്ഷേ ഇവർ രാത്രി ഒരു പതിയെ സ്ലോലി ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ ഈ പാട്ട് പാടും. അപ്പം നമ്മൾ മരണത്തിക്കൊക്കെ പോകണം, നമ്മളെ ഒടുവിൽ യാത്രക്ക് ആ ഒരു മൂടാണ് എനിക്ക് കിട്ടിയത്. കാരണം എനിക്കാണ് ഉറക്കം കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ പതിയെ ബാഗിൽ നിന്ന് സ്റ്റിക്ക് എടുത്തപ്പോൾ ഈ എന്താ സ്റ്റിക്ക് എടുക്കണം, അല്ല ഞാൻ പറഞ്ഞ സ്റ്റിക്ക് എടുക്കണം. കാരണം എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഒരാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വയ്യ. അപ്പം സ്റ്റിക്കാണെങ്കിൽ അതിനെ പിടിച്ച് തൂക്കി ഉറങ്ങാറ്. അപ്പോൾ ഈ രാത്രി സമയമാകുമ്പോൾ തന്നെ ഭയങ്കര റിസ്കിൻ്റെ റൂട്ട് കൂടെ നടക്കണം. എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം എൻ്റെ കൂട്ടത്തിൽ സൂരജ് എന്ന് പറഞ്ഞ ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇവര് ഭയങ്കര ടെൻഷനായി പോയി. കാരണം ഞാനിത് ഇവിടെ ഇങ്ങനെ കാലം വെക്കുന്നത് ശരിക്കല്ല, കാലം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ ഒരു വീട് പോകുന്നതിലൊരു ടെൻഷൻ ആവാനായി. അവൻ കൂട്ടത്തിൽ അവരോട് പറഞ്ഞു. ആ സമയത്ത് ഒരാൾ നമുക്കൊരു ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു മെഡിസിൻ തന്നിട്ടാണ് ഞാനൊന്ന് ആക്റ്റീവ് ആണ്. അതായത് നമ്മൾ കിടന്നുറങ്ങാൻ ഇരുന്നുറങ്ങാന്നൊക്കെ പറഞ്ഞാൽ നടന്നുറങ്ങുന്ന ഒരു പ്രതിഭാസം എനിക്കുണ്ടായിരുന്നു. നടന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പോവുക. കാരണം ഈ സമയത്ത് നമ്മൾ അത്യാവശ്യം ഒരു 5 മണിയോട് അടുത്ത്, അതായത് 10 മണി തൊട്ട് 5 മണിയോടെ ട്രെക്ക് ചെയ്ത് നമ്മൾ സ്റ്റെല്ലാ പോയിന്റ് എന്ന് പറഞ്ഞാണ് ഒരു സ്ഥലത്ത് എത്തുന്നത്. 5 മണി 6 മണി ആ സമയത്ത്. അപ്പോഴാണ് നമ്മളിങ്ങനെ ആകാശത്തിൽ സൂര്യൻ ഉദിക്കുന്നത് ഇങ്ങനെ കാണുന്നത്. കാരണം ഏകദേശം 5756 മീറ്റർ ഹൈറ്റാണ് സ്റ്റെല്ലാ പോയിന്റിൽ വരുന്നത്. അപ്പൊ അത്ര ഹൈറ്റിൽ നിന്ന് നമ്മളൊരു സൂര്യോദയം കാണുന്ന പറഞ്ഞാൽ, കാരണം ആഫ്രിക്കയിലെ സെക്കൻഡ് ഹൈസ്റ്റ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ മൗണ്ട് കെനിയാണ്. മൗണ്ട് കെനിയ 5100 സംതിങ് ആണ് ഹൈറ്റ്. അപ്പൊ അതിന് മുകളിൽ കാരണം ഒരു 54ഓളം രാജ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആഫ്രിക്ക കോണ്ടിനെന്റിൽ. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, പഠിച്ചോനെ ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന ഒരു സൂര്യോദയമാണല്ലോ ഞാൻ. അപ്പം അതിന് വല്ലാത്തൊരു ഫീലായി. കാരണം ഈ സൂര്യൻ ഉദിച്ചു തരുന്നതിന്റെ എല്ലാ ക്ഷീണവും മാറി. കാരണം അവിടെ നമ്മൾ സ്റ്റെല്ലാ പോയിന്റിൽ എത്തി ഈ സൂര്യോദയം കണ്ടപ്പോൾ ശരിക്കും നമ്മളെ കണ്ടൊക്കെ നടക്കണം. കാരണം 2021 തൊട്ട് നമ്മൾ ഈ ഒരു മൊമെന്റിന് വേണ്ടി കാത്തു നിൽക്കല്ലേ. അവിടുന്ന് പിന്നെ ഈ സ്റ്റെല്ലാ പോയിന്റ് എത്തിയതിനു ശേഷം കംപ്ലീറ്റ് നമ്മൾ എന്താ പറയുക മഞ്ഞിലൂടെ ആയി നടത്തും. കംപ്ലീറ്റ് മഞ്ഞ് ഐസിലൂടെ നടന്നിട്ട് വേണം നമുക്ക് കിളിമഞ്ചാരോന്റെ ഏറ്റവും ഉയരന്റെ ഉറു പീക്ക് എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് എത്താൻ. ഈ ഉറു പീക്കിൽ അവിടുന്ന് ശേഷം ഹൈറ്റ് നോക്കുമ്പോൾ വളരെ കുറവാണെങ്കിൽ പോലും ഈ ഉറുവിലേക്ക് നമ്മൾ ഒരു മണിക്കൂറോളം നടന്നിട്ട് വേണം അവിടെ എത്താൻ. ഉറു പീക്കിലെത്തി. അപ്പം നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓക്സിജൻ അളവ് കുറവാണ്. നമ്മൾ 2 ആളപ്പോൾ തന്നെ ഡിസെൻഡ് ചെയ്ത് താഴോട്ട് പോയി സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയി. കാരണം ഒരാൾക്ക് ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞു, ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ആൾ താഴോട്ട് ഇറങ്ങി. ഇങ്ങനെ പറയാം. അപ്പം 15 മിനിറ്റ് നിങ്ങൾക്ക് മുകളിൽ സമയമുണ്ട്. അപ്പം ആ സമയത്ത് 15 മിനിറ്റ് ഓക്കെ. നമ്മളങ്ങനെ നടക്കുന്ന സമയത്ത് 15 മിനിറ്റ് ഒരു ഫോട്ടോ എടുക്കണം തിരിച്ചു വരണം. അവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ഓക്സിജൻ്റെ ഒരു പ്രശ്നമില്ലാതായി. കാരണം ഒരു 30 മിനിറ്റിൽ കൂടുതൽ ഞാൻ അവിടെ നിന്നു. ഒരുപാട് ഫോട്ടോ എടുത്തു. ഭയങ്കര സങ്കടം വന്നു. കാരണം ആ സമയം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ്റെ പ്രശ്നം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ പലസ്തീൻ്റെ ഫ്ലാഗ് കൊണ്ടുപോയിട്ട് ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ കൂടെ ഈ പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഫ്ലാഗ് ഉയർത്താൻ പറ്റി. അപ്പം അങ്ങനെയാണ് ഞാൻ അത്ര കാലം കൊണ്ട് നടന്ന ഡ്രീം. പിന്നെ നമ്മൾ രാവിലെ 10 മണിക്ക് തൊട്ട് രാത്രി 10 മണിക്ക് തൊട്ട് കയറാൻ തുടങ്ങിയ ഈ കിളിമഞ്ചാറോനെ നമ്മൾ ഒരു 4-5 മണിക്കൂർ കൊണ്ട് കൂടി താഴത്തെ നമ്മൾ വറാഫു ക്യാമ്പിലെത്തണം. അത് ഓടിയെത്താൻ വേണ്ട സിറ്റുവേഷൻ. അപ്പോഴാണ് നമ്മൾ അറിയാം നമ്മൾ നടന്ന റൂട്ട് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അപ്പോഴാണ് കാണുന്നത്. പിന്നെ നമ്മൾ മാവേക്കാന്ന് പറഞ്ഞ വേറെ റൂട്ടിലൂടെയാണ് താഴോട്ട് ഇറങ്ങുന്നത്. ആ സമയത്ത് ശരിക്കും നമ്മൾ ടാൻസാനിയൻ ഗവൺമെന്റിന്റെ ഒരു എന്താ പറയുക, നമ്മൾ ഗൈഡുമാരെല്ലാവരും വന്നു. കിളിമഞ്ചാരോ രാവിലെ 8 മണിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നില്ലേ അവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ എന്താ പറയുക കിളിമഞ്ചാരോ നാഷണൽ പാർക്കിന്റെ ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നമ്മൾ കിളിമഞ്ചാരോ സബ്മിറ്റ് ചെയ്ത് തിരിച്ചിട്ട് വരുന്നത്. എൻ്റെ പേര് ആയിഷ. ഞാൻ ഇവിടെ സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇപ്പോൾ താങ്കൾ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള മൊമെന്റ് ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ചോദ്യമാണല്ലോ. എനിക്ക് തോന്നുന്നത് സൈക്കിളിൽ ഞാൻ രണ്ടാമത് തനിയെ പോയൊരു സന്ദർഭമുണ്ടല്ലോ. ആ സമയത്ത് ശരിക്ക്
എനിക്ക് വണ്ടി ഓടിച്ച് പോകണമെന്ന് പറ്റില്ല. കാരണം അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ 3 മണി വരെ വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഞാൻ അന്നും ഈ 2021 സമയത്തും ഈ കൊറോണയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് തീർന്നിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ജമ്മുവിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത്, സൈക്കിളിൽ എൻ്റർ ചെയ്ത സമയത്ത് വെള്ളം കിട്ടാതെ ഭയങ്കരമായിട്ട് വലഞ്ഞ് കിടന്നിട്ട് റോട്ടിൽ തലയിറങ്ങി വീണ സിറ്റുവേഷൻ ഉണ്ട്. കാരണം രാത്രി സമയമാണ്, അവിടെ 7 മണിയാകുമ്പോൾ കർഫ്യൂ ഒക്കെ വന്ന് റോഡുകൾ കടകളൊക്കെ ക്ലോസ് ചെയ്യും. കാരണം ഒരു ലൈറ്റ് പോലും ഇല്ല. ആ സമയത്ത് എൻ്റെ അടുത്ത് ബോട്ടിൽ വെള്ളമില്ല. ആ സമയത്ത് ഞാൻ റോട്ടിൽ തലയിറങ്ങി വീണു. എനിക്ക് തോന്നുന്നു ആരോ എന്നെ പിടിച്ചിട്ടുണ്ട് റോഡിന്റെ നടുവിൽ ഡിവൈഡറിന്റെ അവിടെ കൊണ്ടി കിടത്തുന്നുണ്ട്. അവിടെ കിടത്തിട്ട് പിന്നെ വേറെ ഏതോ 2 ഭാര്യമാരെ വിളിച്ചത് ഇവിടെ എന്താ വണ്ടി തട്ടി പോകും. അങ്ങനെ അതിൻ്റെ ഒരു ബസ് സ്റ്റോപ്പിലെന്തോ കടത്തിയ സന്ദർഭം ഓർമ്മയുണ്ട്. ഇതിന് പാതി ബോധത്തിലാണെങ്കിലും ഞാൻ എൻ്റെ 2-3 സുഹൃത്തുക്കൾക്ക് അങ്ങനെ ആക്കുമ്പോൾ ഇതിന്റെ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്തൊരു സംഭവമുണ്ട്. ആ സമയം എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും പേടിയും. ഞാനങ്ങനെ തിരിച്ചു വരൂല എന്നല്ലേ തോന്നിയ ഒരു സന്ദർഭത്തിൽപ്പെട്ട ഒരു സാധനമാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഈ എയറോസ്പേസ് ക്യാമ്പിൽ അവലാഞ്ചസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് മഞ്ഞുമലകൾ ഇടിഞ്ഞു വരുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മള് ട്രക്കിങ് കഴിഞ്ഞു, നമ്മൾ കൂട്ടത്തിൽ 2 പേരെ കാണാതായി പോയി. തിരിച്ച് നമ്മള് എയറോസ്പേസ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് ആ സമയത്ത് ഞാനും കണ്ണാണത് ഞാനും പിന്നെ വേറെ ഒരുത്തരാണ് തപ്പിപ്പോകുന്നത്. അപ്പൊ ഈ സമയത്ത് ഈ അവലാഞ്ചസുകളും പിന്നെ ഈ കുമ്പു ഐസ്പാ എന്ന് പറഞ്ഞാൽ അടിയിൽ കംപ്ലീറ്റ് മുകളിൽ ഐസ് ഫ്രീസ് ആയിട്ട് താഴെ കൂടെ നദി വീഴുന്ന പോലെ സാധനം, അത് കുണ്ട് പോലെ സാധനം. ഇവർ 2 പേരും ഈ കുമ്പു ഐസ്പാളിന്റെ മുകളിലിട്ട് നിൽക്കുന്നു. ആ സമയത്ത് ഈ ഇടി പൊട്ടുന്ന പോലെ ഈ അവലാഞ്ചസിന്റെ ശബ്ദം കേട്ട സമയത്ത് ഇവരെ ഇങ്ങനെ എസ്കേപ്പ് ആകാൻ പോകുന്ന സമയത്ത് നമ്മളും അവരെ തമ്മിൽ പോയി നമ്മളും പെട്ടു, അവരെ പെട്ടുന്നില്ല. തിരിച്ചു വരാൻ നമുക്ക് വയ്യാതെ ഈ ഒരു സാധനങ്ങൾ രണ്ടും ഞാൻ മനസ്സിലാക്കി. എപ്പോഴും ട്രക്കിങ്ങും അല്ലെങ്കിൽ എൻ്റെ യാത്രകൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു തോന്നിയൊരു സന്ദർഭം കാണുന്നില്ല. ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അതേപോലെ ഈ ട്രാവൽ ചെയ്ത ആ ഒരു മൊമെന്റിലെത്തുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് ഏതൊക്കെ ട്രാവൽ ചെയ്തതാണ് കിട്ടിയത്? അതുപോലെ തന്നെ സാറി ട്രാവലിന് പോകാൻ ഒരുങ്ങിയപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാച്ച്മെന്റ് എന്തായിരുന്നു? വീട്ടുകാരെ കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. കാരണം ഞാൻ 2019 കേൾക്കുന്നില്ലേ, 2019 സൈക്കിളിൽ ഇറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിൻ്റെ മുമ്പ് വീട്ടുകാരൊപ്പം അല്ലാതെ കാര്യമായിട്ടൊരു യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ സമയത്ത് വീട്ടിൽ പറഞ്ഞു ഞാനും എൻ്റെ സുഹൃത്തും സൈക്കിൾ എടുത്ത് ഇങ്ങനെ കാശ്മീരിലേക്ക് പോകുന്നത്. വീട്ടുകാരുടെ നോട്ടാണ് കാശ്മീരിലേക്കോ. അതിൽ ഇല്ല ഞാൻ അതിന് പണി 2017 സൈക്കിൾ എടുക്കുന്നത്. ഇപ്പൊ 2000 ഞാൻ അങ്ങനെ സൈക്കിൾ എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സമയത്ത് വാപ്പങ്ങള് പറഞ്ഞത് 4 ആളില്ലാതെ വീട്ടിൽ പോകണ്ട. എവിടുന്ന് 4 ആളുണ്ടാക്കും? സൈക്കിൾ വരുമ്പോ 2 ആളോട് വേണ്ടി ഊട്ടിക്ക് പോകണമെന്ന് നീ പോരാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു തോണ പറഞ്ഞ വീട്ടില് ഞങ്ങൾ 4 ആളാണ് പോണത്. എന്റെ ഒപ്പം ഇറങ്ങുന്ന ആൾക്കും അതേ സിറ്റുവേഷനാണ്. ഇറങ്ങിയ തോണ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്രോത്സാഹിപ്പിക്കല്ലോ, ആദ്യം തന്നെ അത് പറഞ്ഞ. അപ്പം ഒപ്പമുള്ള ആള് മഹാരാഷ്ട്രയ്ക്ക് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരും. അങ്ങനെ പറഞ്ഞു. നമ്മള് 2019 ഇറങ്ങുന്ന സമയത്ത് സൈക്കിളിൽ അങ്ങനെ അത്രത്തോളം ആൾക്കാർ സഞ്ചരിക്കുന്ന സമയമല്ല. ഞങ്ങള് ഒരു കണ്ണൂരെത്തിയ സമയത്ത് തന്നെ അന്ന് ഈ ടിക്ടോക്കിന്റെ ഒരു കാലം. ആരോ ടിക്ടോക്കിൽ വീഡിയോ ഇട്ടിട്ട് അത് വൈറലായി പോയി. അതിനിടയ്ക്ക് 2 ആൾക്കാരെ ന്യൂസിൽ കൊടുത്ത് ഒരു കണ്ണൂരെത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. എന്നിട്ട് എത്ര ആളാ പോകുന്നത്? 2 ആൾ പോകും. പിന്നെ അപ്പൊ മക്കള് വൈറലായല്ലോ. മറ്റൊരു വിളിക്കുന്നത് ചെങ്ങട്ട പോകുന്നത് ഞാൻ മഹാരാഷ്ട്രയ്ക്കോ അല്ല കാശ്മീർ, മഹാരാഷ്ട്ര തൊട്ടടുത്തായിരുന്നു കാശ്മീർ. അപ്പൊ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ 2 മാസത്തോളം നീണ്ടു നിന്നിട്ടാണ് യാത്ര വീട്ടിൽ തിരിച്ചു വരുന്നത്. അപ്പൊ ഇവർക്കൊരു ബോധം വന്ന്, അതായത് റബ്ബർ ബന്ധ പോലെ ഏത് ചുമരിലേക്ക് അത് റിട്ടേണിക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്ന ശേഷം ഈ യാത്രയ്ക്ക് ശേഷം ഏത് യാത്രക്കും വിടുകയെന്നല്ല ഒരു സംഭവം. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് നമ്മളിപ്പോ റീൽ കണ്ട് യാത്ര പോകുമ്പോൾ മറ്റേത് കാണുമ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കാണാതിന്റെ അപ്പുറത്തേക്ക് ഈ സൈക്കിൾ യാത്രയിൽ ഞാൻ തിരിച്ചറിഞ്ഞ
സാധനം മനുഷ്യന്മാരെ കണ്ട് യാത്ര ചെയ്യാവുന്നതാണ്. കാരണം അന്ന് ഞാൻ സോഷ്യൽ മീഡിയ അത്രയും യൂസ് ചെയ്യാറില്ല, എൻ്റെ കയ്യിൽ നല്ലൊരു ഫോണില്ല. ആ സമയത്താണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ സൈക്കിൾ യാത്രയുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 4500 രൂപയാണ് 2 മാസത്തെ. കാരണം ആൾക്കാർ വിശ്വസിക്കൂല, ഞങ്ങൾ 2 പേരും 9000 രൂപയാണ് വരുന്നത്. കാരണം പല ആൾക്കാരും ഹോസ്റ്റ് ചെയ്തു. നമുക്കൊരൊറ്റ തീരുമാനം ഉണ്ടായിരുന്നു, നമ്മൾ ടെൻ്റ് അടിച്ച് നിൽക്കുള്ളൂ, ഫുഡിന് മാത്രമേ പൈസ ചിലവാക്കുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ഈ സമയത്ത് നമ്മൾ മനുഷ്യന്മാരെ കാണാൻ ശ്രമിച്ചു, ഭാഷകൾ മനസ്സിലാക്കാൻ നോക്കി. കാരണം നമുക്ക് ഭക്ഷണം അവർക്ക് വെറുതെ തരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം തരുമെന്ന് ചോദിച്ചതിന്റെ പകരം അവരായിട്ട് കൂടുതൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ തരും. അതുപോലെ തന്നെ കിടക്കാനുള്ള സംവിധാനം, ടെൻ്റടിക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്തു തരും. അപ്പം ഈ മനുഷ്യന്മാരെ കണ്ട് യാത്ര ചെയ്യാവുന്ന സാധനം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെസ്റ്റ് ബംഗാളിലെ ബർദുവ എന്ന് പറഞ്ഞൊരു, ഞാനിവിടെ ഇച്ചൈക്ക് എഴുതുന്നു 2022 ഒരു ഇച്ചൈക്ക്. അന്ന് ഞാൻ വെസ്റ്റ് ബംഗാളിലെ ബർദുവ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്ക്, ബർദുവ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ചെറിയൊരു ഗ്രാമത്തിലേക്ക് പോയ സംഭവം. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പണിക്ക് വരുന്ന ബംഗാളികളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ബംഗാളിനെ കണക്ട് ചെയ്തു, നാട്ടിൽ പരിചയപ്പെട്ടതാണ്. അപ്പൊ ആളെ വില്ലേജിലേക്ക് പോയപ്പോൾ ആ വില്ലേജിലെ ആളുകൾ എനിക്ക് തന്ന, അതായത് ഞാനൊരു രാജാവിന്റെ പോലെയല്ല. ഇച്ചയ്ക്ക് ഇപ്പൊ സ്വാഭാവികമായി പണ്ടില്ല, 2 നേരമൊക്കെ ഭക്ഷണം കഴിച്ച് പോയ ഞാൻ അവിടെ 6 നേരമൊക്കെ ഭക്ഷണം കഴിച്ച്, അതായത് രാവിലെ എന്നെ എടുക്കാതെ അവിടെ ആരെങ്കിലും ബൈക്കിൽ വരും. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം വേറെ ഏതെങ്കിലും വീട്ടിലായിരിക്കും. അത് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു മലയാളിനെ കണ്ടുമുട്ടി, ഒരു അസീനാത്ത എന്ന് പറഞ്ഞ ഒരു മലയാളിനെ അങ്ങോട്ട് കല്യാണം കഴിച്ചു പോയതാണ്. അസീനാത്ത പറഞ്ഞത്, അസീനാത്ത 16 വർഷമായിട്ട് അവിടെ ഉള്ള അസീനാത്താക്ക് ആദ്യമായിട്ടാണ് അങ്ങോട്ട് ഒരു മലയാളി വരുന്നത്. ഈ അസീനാത്തനെ കണ്ട ഒരു സന്ദർഭത്തിൽ ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, അസീനാത്തനെ കണ്ടു. ആ സമയത്ത് അവിടെ എല്ലാവരും ഒരു ആൾക്കാരൊക്കെ കേരളത്തിലേക്ക് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പറഞ്ഞപ്പോ കേരളത്തിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോ അസീനാത്ത് നോണ പറയല്ലേ ഓളോട് ബംഗാളിയിൽ പറഞ്ഞു. അസീനാത്തിന് ബംഗാളിക്ക് അറിയാം. അപ്പം എന്താ പറയാ, അല്ല ഞാന് മലപ്പുറത്ത് അരീക്കോടാണ്. അപ്പൊ അസീനാത്ത് പരപ്പരങ്ങാടി ഈ ഭാഗത്തിന്റെ. അസീനാത്തന്നെ 2 വില്ലേജിന്റെ ഇടയിലുള്ള ചെറിയ റോഡിൽ എല്ലാ പെണ്ണുങ്ങളും നമ്മളെ വീട്ടിലെ നാട്ടിലെ പോലെ പുറത്തേക്ക് ഇറങ്ങി നടത്താൻ സമയത്ത് അപ്പൊ എന്നെ കൈ പിടിച്ച് ആ ഗ്രാമത്തിലൂടെ ആ ഒരു ഏരിയയിലൂടെ എന്നെ പിടിച്ച് ഉറക്കിങ്ങനെയാണ് സിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയ സമയത്ത്, പിന്നെ പിറ്റേ ദിവസം എന്റെ രാവിലെ ഞാൻ നിൽക്കുന്ന സെലിംബാറിന്റെ വീട്ടിൽ രാവിലെ 7 മണിക്കൊന്നും ഞാൻ ഉണർന്നിട്ടില്ല, നേരക്കൊന്നും ഉണർന്നില്ല. അപ്പൊ ഈ ഒരു വില്ലേജിലേക്ക് പോയത് എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ഇനിയും ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ട്രാവൽ ചെയ്യുന്ന അവരുടെ ഒരു ബ്ലോഗ് കണ്ടെന്ന് വെച്ചാൽ മലയാളികളെ മാതിരിയല്ല, അവിടെയൊക്കെ ചെന്നാൽ ആൾക്കാരെ അറ്റാച്ച്മെന്റ് വെച്ചാൽ നമ്മൾ എവിടുന്ന് വന്നാണെന്ന് വലിയ രീതിയിൽ നോക്കില്ല, നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എന്താണ് താൻ പറയുന്നത്? അവിടെ പോയ എക്സ്പീരിയൻസ്, ഐ മീൻ അവിടെയുള്ള നാട്ടുകാരും നിലമറിച്ച് നമ്മുടെ മലയാളികളും മലപ്പുറത്തുകാരല്ല പറ്റുന്നത്. സാധാ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷം മധുവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാരും ഈ മലയാളികളും അവിടുത്തെ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ശരിക്കും അഭിമാനിക്കാന്ന് വേണമെങ്കിൽ പറയാം. കാരണം എവിടെ ചെന്നാലും നമ്മൾ കേരളത്തിൽ നിന്നാണ് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടക്കൂടുതലേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു കാര്യത്തിലില്ല. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ പോയാലും മലയാളികൾ പ്രശ്നക്കാരാണെന്നുള്ള ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് എവിടെ പോയാലും നമ്മളെ വല്ലാണ്ട് സ്നേഹിക്കും. പിന്നെ സാധാരണക്കാരെ, അതായത് ഏത് നാട്ടിലും ഒന്നിനും നമ്മൾ വകയില്ലാത്തവരെന്നാണല്ലോ, അവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. അവരടുത്ത് എന്തായാലും നമുക്ക് തരാനും അവർക്ക് ആർക്കും പറ്റും. പേര് നേഹ, എം.കോം സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ട്രാവൽ ചെയ്യാനും ഇവിടെ ഇരിക്കുന്നവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ് കൂടുതൽ പേരും. അപ്പം എന്താ ശരിക്കുന്ന സമയം കുറേ എക്സ്പെൻസും അല്ലാതെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ വിചാരിച്ചിട്ടാണ് പലർക്കും വീട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ഒരു ട്രാവലർ ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്കും കുറേ എവിടെയെങ്കിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് സാർക്ക് ഒരു ബിഗിനറായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ സാർക്ക് എന്താ പറയുന്നത്? പലരും ചോദിക്കുന്ന സാധനമാണ് ഈ എക്സ്പെൻസ്. ഞാൻ അവിടെ ആദ്യം സൂചിപ്പിച്ചത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ സൈക്കിൾ എടുത്ത് യാത്ര ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ 2 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക്
എന്റെ ചെലവ് 4500 രൂപയാണ്. അതായത് ഇന്ത്യയിലെ 10ഓളം സംസ്ഥാനങ്ങളിൽ ഇറങ്ങി 2 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടില്ല. നമുക്കറിയാലോ, മനുഷ്യന്മാരെല്ലാവരും നല്ല ആൾക്കാരൊക്കെയാണ് അല്ലേ. നമുക്ക് ആരും കുത്തി കൊല്ലണം, ഉണ്ടാക്കണം, പിടിച്ചു പറക്കണം എന്നില്ല, സംഭവമില്ല. സാഹചര്യമാണ് ഓരോരുത്തരെ അങ്ങനെ ആക്കുന്നത്. എല്ലാവരും സ്നേഹമുള്ളതാണെന്നാണ് നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക. അവരൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അതൊരു വിഷയമല്ല. പിന്നെ നമ്മളെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചാണ്. ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ 5000 രൂപ കൊടുത്ത് ഫ്ലൈറ്റിൽ പോവാം, 900 രൂപ കൊടുത്തിട്ട് സ്ലീപ്പറിൽ പോവാം, 450 രൂപ ഉണ്ടെങ്കിൽ ഇതിൽ പോകാം. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ യാത്ര പോവാം. ഞാനിപ്പോൾ എപ്പോഴും വിചാരിക്കുന്ന സാധനമുണ്ട്, ഞാനിന്ന് ഇവിടുന്ന് സംസാരിക്കാൻ എന്റെ പ്രാപ്തനാക്കിയത് അല്ലെങ്കിൽ 2019 വരെ എനിക്ക് ഡ്രീമില്ലാത്ത എന്നെ യാത്രയാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുകൂടി ഈ ഒരു സമയത്ത് കീഴടക്കണം എന്നില്ല എന്റെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടാക്കിയ യാത്രയാണ്. എന്നെ കണ്ടെത്താൻ കഴിയുന്നത് യാത്രയാണ്. അപ്പൊ എല്ലാവരും യാത്ര ചെയ്യുക, അതിന് പൈസ ഒരു വിഷയമല്ല. ഇപ്പൊ പൈസ വിഷയമാണെങ്കിലും നമ്മൾ പൈസ നമ്മൾക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാനിപ്പോ കിളിവഞ്ചാര പോയി വന്നിട്ട് അതിന്റെ കടപ്പുറം പിടിച്ചില്ല. എവിടെ പോയാലും അല്ല, ആഫ്രിക്കൻ ട്രിപ്പില് പൊതുവെ ആഫ്രിക്കയിലേക്ക് ചീപ്പാണ്. പക്ഷെ കിളിമഞ്ചാറോ ട്രക്കിങ്ങിന് ഗവൺമെന്റിലേക്ക് അടക്കുന്ന ഫണ്ട് അങ്ങനെ ഈ ആഫ്രിക്കയിലെ ആ യാത്ര മാറ്റി വെച്ചാൽ ബാക്കി ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളും ചീപ്പാണ്. ട്രക്കിങ്ങിനാണ് ആഗ്രഹിച്ചുകൊണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്ത് ഇങ്ങനെ ആദ്യം ഇപ്പം ആഫ്രിക്കയിലേക്ക് തന്നെ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ആദ്യം കുറെ ആൾക്കാരെ നോക്കി വെച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ അവിടെ ഈ ബേസ് ക്യാമ്പിലേക്ക് എത്തിയിട്ടാണോ അവിടെ നിന്നാണോ നമ്മൾ പോവാ? ഏതായാലും ഒരു ട്രക്കിങ്ങിന് നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ നമ്മളൊരു ട്രക്കിങ്ങിലേക്ക് ബിഗിനറായി വരുമ്പോ ഒരു 3000 മീറ്ററിന്റെ മുകളിലേക്കുള്ള ട്രക്കിങ്, ഇപ്പൊ കേദാർഗംഗ എന്ന് പറഞ്ഞ ട്രക്കിങ് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഭയങ്കര വിന്ററിൽ ഭയങ്കര അടിപൊളിയായിരിക്കുന്ന ട്രക്കിങ്ങാണ്. അത് 3000 സംതിങ് ഹൈറ്റേ വരുന്നുള്ളൂ. അത്തരത്തിൽ ട്രക്കിങ് കുറച്ചും കൂടി ഈസിയാണ്. 4000 മീറ്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ട് ഉണ്ട്. കാരണം നമ്മളെ ഓക്സിജന്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവാം. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഒരു 3000 മീറ്റർ അല്ലെങ്കിൽ 2000 മീറ്റർ നമ്മുടെ നാട്ടിൽ തന്നെ പല ട്രക്കിങ്ങുകൾ ചെയ്യാം. പിന്നെ അത് 3000ത്തിലേക്ക് കൊണ്ടുവരാം. പിന്നെ അത് 4000, ഞാൻ 5000 ഇറങ്ങി. എൻ്റെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മൗണ്ട് യൂണ എന്ന് പറഞ്ഞ ഹിമാചലിലെ ഒരു പീക്ക് ഉണ്ട്. അത് 6113 മീറ്ററാണ്. കാരണം ഞാനിപ്പോൾ നിലവിൽ ചെയ്ത ഏറ്റവും വലിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കിളിമഞ്ചാറോ എന്ന ഹൈറ്റാണ്. അപ്പൊ ഇനി എവറസ്റ്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഡയറക്റ്റ് എവറസ്റ്റ് കയറാൻ പറ്റില്ല. ആദ്യം 6000 മീറ്ററിൽ പോയിട്ട് എൻ്റെ ബോഡി അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നു നോക്കണം. അതിന് 5000ത്തിലേക്ക് കൊണ്ടുവരണം, പിന്നെ 8000ത്തിലേക്ക് കൊണ്ടുവരണം. അത് നമുക്ക് ബോഡി കയറാനില്ല. പതിയെ പതിയെ ഉയർത്തി ഹൈറ്റ് ഉയർത്തി കൊണ്ടുവരും. 3000 ഫസ്റ്റ് സ്റ്റേജിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞാനിപ്പോ ഇന്ന് വിചാരിക്കുകയാണ് എനിക്കൊരു ട്രക്കിങ്ങിന് പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ എന്ത് കാര്യങ്ങൾ അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ആ ലെവൽ സ്റ്റേജുകളില്ലേ. അപ്പൊ ഒന്നുമില്ല, ഫുൾ ഒരു 0 നിന്നും ഞാനൊരു ട്രക്കിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുക. ആ സമയത്ത് എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെടാനുള്ള സ്റ്റേജ് എങ്ങനെയാണ്? ഇപ്പൊ കുറച്ചും കൂടി ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഈസിയാണ്. നമ്മളെന്താ മനസ്സിൽ കാണുന്നത്, ഇനിയിപ്പോ അടുത്ത സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് ട്രക്കിങ്ങിന്റെ പാക്കേജ് ആയിരിക്കും വന്നിട്ടുണ്ടാ. പാക്കേജ് യൂസ് ചെയ്യാം. കാരണം നമ്മളെ ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തനിയെ പോകുന്നതിനേക്കാളത് ഇപ്പൊ കേദാർഗംഗ പോലുള്ള ട്രക്കിംഗ് ഒരു ബിഗിനറിന്റെ ബെസ്റ്റ് ആണ്. അതായത് 3000 മീറ്റർ ഹൈറ്റിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ട്രക്കിംഗ് ആണ് കേദാർഗംഗ. ഇപ്പൊ അതിന്റെ സീസൺ ആണ്. അപ്പൊ കേദാർഗംഗ ട്രക്കിങ്ങിലൊക്കെ തുടങ്ങാം. അതിൽ നമ്മൾ തീരുമാനമാവും നമുക്ക് ഇത് മുന്നോട്ട് പോകണോ വേണ്ട. കണക്ട് ചെയ്തിട്ട് പോവാം. കാരണം ട്രക്കിംഗ് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഗൈഡ് വേണം നമ്മളടുത്ത്. കാരണം മൗണ്ടൻസിൽ നമുക്ക് പല പ്രശ്നങ്ങളും വരാം. അപ്പൊ നമ്മൾ ഫിസിക്കലി നമ്മൾ നോക്കേണ്ടി വരും. കാരണം ഞാൻ കിളിമഞ്ചാറ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ സുലോസ്ന സയൻസ് കോളേജിലെ ലാബ് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ കോളേജിലെ ഒരു സാറോട് ഞാൻ ഇന്നലെ പറഞ്ഞു 2023 സമയത്ത് കിളിമഞ്ചാറ വെയിറ്റ് ഞാൻ അത്യാവശ്യം കൂടി 88 കിലോ ആയിട്ടുണ്ട്. അപ്പൊ എന്നോട് വെച്ചിട്ട് എനിക്ക് പറ്റൂ തടി വെച്ചാണ് അത് ഓർക്ക് ഒറ്റ ഓപ്പറ കണ്ടല്ലോ. ഞാൻ കിളിമഞ്ചാറ പോകുമ്പോൾ എൻ്റെ വെയിറ്റ് 60 കിലോ ആണ്.